നിങ്ങൾക്കറിയാമോ നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വിദേശത്തുനിന്ന് വിശ്വസ്തരായ ബയേഴ്സിനെ കണ്ടെത്തേണ്ടത് എങ്ങനെയെന്ന്? ഒരു ഓഫീസ് മുറിയോ മാനുഫാക്ചറിംഗ് യൂണിറ്റോ പോലും ഇല്ലാതെ തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് പോലും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഈ ലോകം മുഴുവൻ വിറ്റഴിച്ചാലോ? അതും നിങ്ങളുടെ പണമൊന്നും നഷ്ടപ്പെടാതെ, നിങ്ങൾ പറ്റിക്കപ്പെടാതെ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുക എന്നത് വലിയ കമ്പനികൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നല്ല. ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്കും ഒരു സക്സസ്ഫുൾ എക്സ്പോർട്ടർ ആകാൻ സാധിക്കും. പുതിയ മാർക്കറ്റുകളിലേക്ക് കടന്നു ചെല്ലുവാനും കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുവാനും മികച്ച ലാഭം നേടുവാനും എല്ലാം നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സെറ്റപ്പിൽ നിന്നുകൊണ്ട് തന്നെ സാധ്യമാണ്. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വിദേശത്തു നിന്ന് ആളെ കണ്ടെത്താനുള്ള സീക്രട്സ് തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എക്സ്പോർട്ട് ബിസിനസ്സിലെ സകല രഹസ്യങ്ങളും ലക്ഷങ്ങൾ മുടക്കിയാലും ലഭിക്കാത്തത്ര അറിവുകൾ, അതും മലയാളത്തിൽ. ഒന്നുകൂടി പറയാം, മലയാളത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓരോ പ്രാവശ്യവും നിങ്ങൾ വിദേശത്തേക്ക് സാധനങ്ങൾ അയക്കുമ്പോഴും അതിൻ്റെ വിലയ്ക്ക് ആനുപാതികമായ ഒരു നിശ്ചിത തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ ഗവൺമെൻറ് തന്നെ നൽകുന്ന ഏക ബിസിനസ് എക്സ്പോർട്ട് ബിസിനസ് മാത്രമാണ്. നിങ്ങൾ വിദേശത്തേക്ക് വിൽക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വില നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമ്പോൾ അതിനും പ്രത്യേക സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഏക ബിസിനസ്സും എക്സ്പോർട്ട് ബിസിനസ് മാത്രമാണ്. നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ പണത്തിന് സർക്കാർ ഗ്യാരണ്ടി നൽകുന്ന ഒരേ ഒരു ബിസിനസ് എക്സ്പോർട്ട് ബിസിനസ് ആണെന്ന്? ശരിയായ നടപടിക്രമങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ബിസിനസ് ചെയ്ത് ഇനി അഥവാ എങ്ങാനും തന്നെ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടാൽ പോലും കേന്ദ്ര സർക്കാർ ഏജൻസി ആ പണം നിങ്ങൾക്ക് തിരികെ നൽകും. നിങ്ങൾക്കറിയാമോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടിക്കണക്കിന് രൂപ എക്സ്പോർട്ട് ബിസിനസ് പ്രൊമോഷന് വേണ്ടി കയറ്റുമതി നൽകുന്നുണ്ടെന്ന വിവരം? നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഒറ്റ രൂപ പോലും GST നൽകേണ്ടതില്ല. നിങ്ങൾ ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളോ എക്സ്പീരിയൻസ് ഇല്ലാത്തയാളോ ആയിക്കൊള്ളട്ടെ, ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നയാളോ അല്ലാത്തയാളോ ആയിക്കൊള്ളട്ടെ, സ്വന്തമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നയാളോ സ്വന്തമായ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തയാളോ ആയിക്കൊള്ളട്ടെ, ഈ ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് പോലും ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും വരെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ള യഥാർത്ഥ ബയേഴ്സിനെ വിദേശത്ത് കണ്ടെത്താനും നിങ്ങളുടെ പണം നഷ്ടപ്പെടാത്ത വിധം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനും നിങ്ങളുടെ എക്സ്പോർട്ട് ബിസിനസ് വിജയിപ്പിക്കുവാനും ഈ കോഴ്സിലൂടെ ഞങ്ങൾ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. പരാജയപ്പെട്ട 90% എക്സ്പോർട്ടേഴ്സിൻ്റെയും പരാജയ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വിദേശത്തുള്ള ബയേഴ്സിന്, അതായത് അവരുടെ ഉൽപ്പന്നങ്ങൾ വിദേശത്തു നിന്ന് വാങ്ങാനുള്ള ആളുകളെ കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കറിയില്ല. ഞാനും അങ്ങനെ വലിയൊരു പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് കയറി വന്ന ഒരാളാണ്. നിങ്ങൾ എവിടേക്കെങ്കിലും യാത്ര പോകാനായി ആരോടെങ്കിലും വഴി ചോദിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ആ വഴിയിലൂടെ നിങ്ങൾക്ക് മുന്നേ യാത്ര ചെയ്തവരോടാകണം. ഹായ്, ഐ എം ജയ്, ഗ്ലോബൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, ഇന്റർനാഷണൽ ബിസിനസ് കോച്ച്. എനിക്ക് വിദേശത്തും ഇന്ത്യയിലുമായി മോർ ദാൻ 18 years എക്സ്പീരിയൻസ് ഉണ്ട്. വിദേശത്തും ഇന്ത്യയിലുമായി ഒട്ടനവധി ആളുകളെ എക്സ്പോർട്ട് ബിസിനസ്സിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ എനിക്ക് തീർച്ചയായും സന്തോഷമുണ്ട്. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നിങ്ങൾ ഒരു ചെറുകിട ബിസിനസ്സുകാരനായാലും വീട്ടമ്മയായാലും വിദ്യാർത്ഥിയായാലും എന്തിന് ബിസിനസ് എന്ന സ്വപ്നം വെറുതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളായാൽ പോലും ഈ കോഴ്സ് നിങ്ങൾക്ക് പുതിയൊരു ജീവിതം തുടങ്ങുവാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സോ റിമെമ്പർ, വലിയ കമ്പനികൾക്ക് മാത്രമല്ല എക്സ്പോർട്ട് ബിസിനസ് ചെയ്യാൻ കഴിയുക. നിങ്ങൾ ഓരോരുത്തർക്കും ഇത് സാധ്യമാണ്, ശരിയായ അറിവ് നേടുന്നതിലൂടെ. നിങ്ങളുടെ ഉൽപ്പന്നം ഒരുപക്ഷെ ചിലപ്പോൾ ചെറുതായിരിക്കാം, ഒരുപക്ഷെ കയർ ഉൽപ്പന്നങ്ങളാവാം, അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് പോലുള്ള പ്രൊഡക്ട്സ് ആവാം, അല്ലെങ്കിൽ മസാലകളാവാം, ഹോം മെയ്ഡ് കമ്മോഡിറ്റീസ് ആവാം, അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തീർച്ചയായും അതിനെല്ലാം ഒരു മാർക്കറ്റുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ആൾക്കാർ, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ കസ്റ്റമേഴ്സ്, അവർ ജപ്പാനിലോ ചെക്ക് റിപ്പബ്ലിക്കിലോ വിയന്നയിലോ ആംസ്റ്റർഡാമിലോ ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നു. ഓക്കെ, ഈ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് കേരളം എന്നല്ലേ? എന്നാൽ കേട്ടോളൂ, കേരളം സ്പൈസ് ക്യാപിറ്റൽ എന്നറിയപ്പെടുമ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പൈസ് എക്സ്പോർട്ടിംഗ് സ്റ്റേറ്റ് സത്യത്തിൽ ഗുജറാത്താണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മലയാളികൾ ലോകമെമ്പാടുമുണ്ട്. എന്നാൽ എക്സ്പോർട്ട് ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നും അതുപോലെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവരെ വിദേശത്ത് എങ്ങനെയാണ് കണ്ടെത്തേണ്ടതിനെ കുറിച്ചൊന്നും നമ്മുടെ ആൾക്കാർക്ക് ശരിയായ ഒരു ധാരണയില്ല എന്നതാണ് സത്യം. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിനെല്ലാത്തിനുമുള്ള സൊല്യൂഷൻസ്, പരിഹാരങ്ങൾ ഇവിടെയുണ്ട് എന്നതാണ്. ആ വഴികളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നിടുന്നത്. ഇന്ന് നമുക്കെല്ലാം ലഭ്യമായ ടെക്നോളജി ഉപയോഗിച്ച് ഒരു എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങുക എന്നത് എന്നത്തേക്കാളും വളരെ എളുപ്പമാണ്. ലോകം മുഴുവൻ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുമ്പോൾ എന്തിനാണ് പ്രാദേശികമായി മാത്രം ബിസിനസ് ചെയ്ത് നിങ്ങൾ ഒതുങ്ങിക്കൂടുന്നത്? സ്വന്തമായി ഒരു പ്രൊഡക്റ്റോ മാനുഫാക്ചറിംഗ് കമ്പനിയോ പോലും ഇല്ലാതെ എക്സ്പോർട്ട് ബിസിനസ്സിലേക്ക് വന്ന് സക്സസ് ആയ പലരിൽ ഒരാളാണ് കൊട്ടാരക്കര സ്വദേശിയായ സജി സാർ. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് വിദേശത്തേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത് പ്രാദേശിക വെല്ലുവിളികളെ നേരിടുവാനും നിങ്ങളുടെ സെയിൽസ് എപ്പോഴും സ്റ്റഡിയായി നിലനിർത്തുവാനും തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അതിനായി ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്പോർട്ട് ബിസിനസ്സിലേക്കുള്ള ആ ആദ്യ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക എന്നതാണ്.
ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ് സ്റ്റോറി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, അതും ഇൻ്റർനാഷണൽ ബിസിനസ്സിലൂടെ. ഇത് പറയാൻ കാരണം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് എക്സ്പോർട്ട് ബിസിനസ്. ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ്ഫുൾ കരിയറിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓരോന്നായി കയറി ജീവിത വിജയത്തിൽ എത്തിച്ചേരാനുള്ള ഒരു സുവർണ അവസരമാണിത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങളൊരു എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ എക്സ്പോർട്ട് ബിസിനസിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും. കൂടാതെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെ അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കണമെന്നും മികച്ച ലാഭം എങ്ങനെ നേടണമെന്നും ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. 90 ദിവസത്തെ ഈ കോഴ്സ് പൂർത്തിയാക്കുന്നതോടെ സ്വന്തമായി ഒരു എക്സ്പോർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാനും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. 90 ദിവസത്തെ ഈ ഒരു കോഴ്സിൽ എക്സ്പോർട്ട് പ്രോസസ്സ് എങ്ങനെ ആരംഭിക്കണം, എങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം, നിങ്ങളുടെ പ്രൊഡക്റ്റിന് എവിടെ എങ്ങനെ മാർക്കറ്റ് കണ്ടെത്താം, ഇൻ്റർനാഷണൽ ബയേഴ്സ് ആരാണ്, അവരെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിൽക്കണം, നിങ്ങളുടെ പേയ്മെൻറ്റ് സുരക്ഷിതമാക്കുന്നത് എങ്ങനെ, ഗവൺമെൻറ് സ്കീംസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം തുടങ്ങി ഒട്ടനേകം കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. സോ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ അതിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് വയ്ക്കും. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്റഴിക്കാൻ തുടങ്ങൂ. ഈ ലോകം അത് വാങ്ങാൻ തയ്യാറാണ്. So join this export mastery course to discover step-by-step strategies to find the right international buyers and grow your export business at the right time with the right people. Click the link below now and reserve your spot today. നിങ്ങൾ ഇന്ന് തന്നെ താഴെ കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്പോട്ട് ഉറപ്പാക്കും. എൻ്റെ പേര് സജി, എൻ്റെ സ്ഥലം കൊട്ടാരക്കര. ഞാൻ ട്രാവൻകൂർ എക്സ്പോർട്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. 2013 ഞാൻ ഗൾഫിൽ നിന്ന് തിരികെ വരുമ്പോൾ എക്സ്പോർട്ടിംഗ് ബിസിനസ് തുടങ്ങണമെന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയൊന്നും എനിക്കൊരു വ്യക്തമായ ആശയമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എറണാകുളത്ത് ഒളിമ്പിക്സ് ഗ്ലോബൽ എന്ന് പറയുന്ന സ്ഥാപനത്തെ പറ്റി അറിഞ്ഞ് അവിടെ ചെന്ന് എനിക്ക് എക്സ്പോർട്ട് ലൈസൻസിൻ്റെ മുതൽ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും തുടക്കം മുതൽ എല്ലാ സാങ്കേതികമായിട്ടും പിന്നെ മാർക്കറ്റ് കണ്ടുപിടിക്കുന്നതിനും ഒക്കെയുള്ള എല്ലാ സേവനങ്ങളും തുടക്കം മുതൽ എനിക്ക് ലഭിച്ചു. ഇന്നിപ്പോൾ 10 വർഷമായി. അതുപോലെ ഞാനൊരു മാനുഫാക്ചററല്ല, ഞാനൊരു മെർച്ചൻ്റ് എക്സ്പോർട്ടർ എന്ന് പറയുമ്പം സ്വന്തമായി പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാക്കാതെ ഉത്തരേന്ത്യയിലുള്ള ഒരു ഫാക്ടറി വഴിയാണ് എൻ്റെ പ്രോഡക്റ്റ് ഞാൻ മാനുഫാക്ചർ ചെയ്യുന്നത്. അതിനുവേണ്ടി തുടക്കം മുതൽ പലപ്പോഴും ഇത് കാരണം ഞാൻ എക്സ്പേർട്ടൊന്നുമല്ല, എനിക്ക് ഒരുപാട് സംശയങ്ങൾ വരും. എനിക്ക് സംശയങ്ങൾ വരുമ്പോഴെല്ലാം ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ഈ ഒളിമ്പിക്സ് ഗ്ലോബൽ എന്ന് പറയുന്ന ഈ സ്ഥാപനം കൺസൾട്ട് ചെയ്താണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഈ എത്രയും വിഷമതയുള്ള സമയത്ത് എത്രയും സഹായിച്ച സാറുമായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബന്ധത്തിലായി. അന്നേരം ഞാനിങ്ങനെ സാറിനോട് ഈ എക്സ്പോർട്ടിങ് ഇമ്പോർട്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ സംസാരിച്ചു. പുള്ളി ഞാൻ ചോദിച്ചു, അന്ന് ഞാൻ ആ അമേരിക്കക്കാരൻ്റെ വീട് പൊളിച്ചതിൻ്റെ ആ മനസ്സിൽ കിടക്കുകയെ ഈ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യണമെന്ന കാര്യം. പുള്ളി ഞാൻ ഇങ്ങനെ സാറിനോട് ചോദിച്ചു, സാർ ഇന്ന പോലെ കാര്യമുണ്ടല്ലോ എന്ന്. അപ്പം പുള്ളി പറഞ്ഞു അതിന് തന്നെ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഞാൻ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ട് കൊണ്ടുപോയി സാറിനെ കാണിക്കും. സാറ് പറഞ്ഞ് കുഴപ്പമില്ല, ഇത് നമുക്ക് ചെയ്യാവുന്ന കേസായിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം വന്നത്, നമുക്ക് മലയാളികൾ മലയാളം പറഞ്ഞാൽ മതി, മറ്റ് വിദേശ ഭാഷകളൊന്നും എനിക്ക് ഇംഗ്ലീഷോ മറ്റു കാര്യങ്ങളൊന്നും അത്ര വശമൊന്നുമില്ല. ഞാൻ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു മെയിലൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ സാധനം വന്നപ്പോൾ മെയിൽ പറഞ്ഞ് ഭാഷയുടെ പ്രശ്നം നീ പേടിക്കണ്ട എന്നും പറഞ്ഞ് അതിനൊരു നല്ലൊരു വഴി സാറ് കണ്ടുപിടിച്ച് അതും തന്ന്. ശരിക്കും പറഞ്ഞ് ഇന്ന് ഏത് വിദേശ ഭാഷയെന്നും ഒരു എൻക്വയറി എനിക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ വേണ്ടി നല്ലൊരു സംഭവം എനിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആ ഒരു പ്രശ്നം എനിക്ക് ഇപ്പോൾ ഇല്ല. സംഭവം കുഴപ്പമില്ല, ആവശ്യം പോലെ എൻക്വയറി. അപ്പോൾ നമുക്ക് സ്ഥിരം ഇത് ലാസ്റ്റ് പ്രശ്നമായി, നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള എൻക്വയറീസ് വരാൻ അങ്ങനെ സംഭവം അതെല്ലാം പുള്ളി സാറ് സെറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ബിസിനസ് എന്ന രീതിയിൽ പോകുന്നു. സീറോയിൽ നിന്ന് ഇവിടം വരെ എത്താൻ വേണ്ടി എൻ്റെ ജീവിതത്തിലും എല്ലാവരും എൻ്റെ ഫാമിലിയോടൊപ്പം സഹായിച്ച ഒളിമ്പിക്സിൻ്റെ ഡയറക്ടറും അവർക്കെല്ലാവർക്കും എൻ്റെ ഇവിടം വരെ എത്തിച്ചതിനും എന്നെ എല്ലാവരും സപ്പോർട്ടും ചെയ്തതിനും നന്ദി. Hi, I'm Safwan Sadiq. I'm from Ernakulam, Movatuzha. Actually, I'm a cardamom planter. കുറേ വർഷമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ദിസ് ഇയർ ആണ് നമുക്കൊരു സ്പൈസസ് എക്സ്പോർട്ടിങ് എന്നൊരു ഐഡിയ വന്നത്. ബട്ട് നമുക്കിതിനെപ്പറ്റി വലിയ ഐഡിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നത്, അതുപോലെ തന്നെ മുന്നോട്ട് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു.
ദെൻ നമുക്ക് കുറേ എക്സ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ പലരുമായിട്ട് മീറ്റ് ചെയ്തു. ബട്ട് ആരും ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട്സോ ഇൻട്രാക്ഷനോ തന്നില്ല. ബിക്കോസ് എല്ലാവരും പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്, റിസ്ക് എലമെൻറ്റ്സ് ഭയങ്കര കൂടുതലാണ്, റിജക്ഷനും കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ തോട്ട്സാണ് എല്ലാവരും. അതിനുശേഷം നമ്മൾ ഓൺലൈൻ ത്രൂ കുറേ റിസർച്ച് നടത്തി പല ടീംസിനെയും കൺസൾട്ടൻറ്റ് ടീംസിനെയും മീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോഴാണ് നമ്മൾ വി മീറ്റ് വിത്ത് ഓയിൽ ലിംബെക്സ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബിസിനസ് കൺസൾട്ടൻസ് ആൻഡ് കോച്ചിങ്. അവരായിട്ട് നമ്മൾ ഷിബു സാറായിട്ട് നമ്മൾ മീറ്റിംഗ് ചെയ്തു. അതിനുശേഷമാണ് നമുക്ക് ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റിയത്. മീൻസ് ലൈക്ക് എങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നത്, അതിനുശേഷമുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ് ആസ് എ എക്സ്പോർട്ടർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു പോസിറ്റീവ് ആൻഡ് മോട്ടിവേറ്റഡ് തോട്ട്സ് നമുക്ക് സാറാണ് തന്നത്. അതിനുശേഷമാണ് നമുക്ക് ഒന്നും അറിയാൻ പാടില്ലാത്തൊരു പോയിന്റിൽ നിന്ന് വി നോ സംതിങ് ആൻഡ് വി ഹാവ് കോൺഫിഡൻസ് ടു ഡു സംതിങ്, ആ ഒരു ലെവലിലേക്ക് സാറാണ് എത്തിച്ചത്. താങ്ക്സ് ടു ഓയിൽ ഇംപെക്സ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബിസിനസ് കൺസൾട്ടൻസ് ആൻഡ് ഷിബു സാർ. താങ്ക് യു. ഹായ്, മൈസെൽഫ് മുഹമ്മദ് ഷാക്കിർ. ഞാനൊരു ബാങ്കിങ് എംപ്ലോയി ആണ്. ഞങ്ങളിങ്ങനെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ആയിട്ട് സാറിനെ മീറ്റ് ചെയ്യാൻ നേരത്ത് ഞങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് മാത്രമുള്ളായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊസീജിയേഴ്സും ഇതിന്റെ ടെക്നിക്കൽ വേയും അതുപോലെ തന്നെ ലീഗൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ മീറ്റിംഗ് ഷിബു സാർ ഞങ്ങൾക്ക് കുറെയൊക്കെ ഇതിന്റെ ലീഗൽ സൈറ്റ്സിനെ പറ്റി കുറെയൊക്കെ ഇൻഫർമേഷൻ തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കുറെ മോട്ടിവേറ്റഡ് ആയി. സാറിന്റെ കുറെ കാര്യങ്ങളും കുറെ പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ പുതിയ ടെക്നിക്കൽ വ്യൂസും ഡിജിറ്റലി ഉള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഞങ്ങളുടെ ഈ പ്രൊജക്ടിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുപോലെ തന്നെ സാറുമായിട്ടുള്ള കുറച്ച് മീറ്റിംഗിന് ശേഷം ഞങ്ങൾക്ക് കുറെ കോൺഫിഡൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് ഞങ്ങൾ കുറെ ആളുകളെ മീറ്റ് ചെയ്ത് അവരുടെ ഇൻഫർമേഷൻ അവരുടെ റിയലൈസേഷൻ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വളരെ ടഫായിരിക്കും എന്നായിരുന്നു. അങ്ങനൊരു വ്യൂവിലാണ് ഞങ്ങൾ അത്ര നേരം അവിടെ വരെ പോയത്. ബട്ട് ആഫ്റ്റർ മീറ്റിംഗ് ശിവസാറായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറെയൊക്കെ ഇതിന്റെ ലീഗൽ സൈഡിനെ പറ്റി ഈ പോയിന്റ്സിലൂടെ ഗോ ത്രൂ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ലോജിക്കലി സാറ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നു. സോ ഞങ്ങൾക്കിത് ഫ്യൂച്ചറിലേക്ക് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് കരുതുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ എഫേർട്ട് ആൻഡ് ടൈം. Thank you, Shibu sir, and also Oil Invest and Export. Thank you so much.